ജൂലി അഗസ്റ്റിൻ, അങ്ങനെ വത്തിക്കാനെ സംബന്ധിച്ചോളം സങ്കടത്തോടു കൂടിയുള്ള ഒരു യാത്രയപ്പ് അതിന്റെ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ജനപ്രവാഹമുണ്ട്. വത്തിക്കാനെ സംബന്ധിച്ചോളം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. അവസാനമായി ഒരു നോക്ക് കാണാനും ഒക്കെ തന്നെ അവിടെ എത്തിയ ആളുകൾ. അപ്പോൾ അവിടുത്തെയുള്ള തിരക്കുകളും അവിടുത്തെ വിശ്വാസപരമായ ചടങ്ങുകളൊക്കെ അതിനെ ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്, എത്ര സമയം കൂടി വേണ്ടിവരും? ഇപ്പോൾ സുവിശേഷ വായന കഴിഞ്ഞു, ബാക്കി ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഏകദേശം 1 മണിക്കൂർ കൂടി മിനിമം വേണ്ടിവരുമെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര. ഇവിടുത്തെ പ്രാദേശിക സമയം 2 മണിയോടുകൂടിയായിരിക്കും എല്ലാ ചടങ്ങുകളും. അതായത് ഹോളി മേജർ ബസിലിക്കയിലെത്തി അവിടെ കല്ലറയിലേക്ക് ശവമഞ്ചം കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവിടെ ഉള്ളിലേക്ക് കയറ്റിയതിനു ശേഷമുള്ള ചടങ്ങുകളെല്ലാം നടക്കുക വളരെ സ്വകാര്യമായിട്ടായിരിക്കും. അവിടെ മീഡിയാസിനൊന്നും പ്രവേശനം ഉണ്ടാകുന്നതല്ല ആ സമയത്ത്. അപ്പം ഇന്നത്തെ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ സമയമുണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ സുവിശേഷ വായനയിൽ ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ, അതായത് ആടുകളുടെ മണമുള്ള ഇടയനായിരുന്നു. ഇന്ന് വായിച്ചത് ഇടയനെ കുറിച്ചാണ്. കാരണം 2013 മാർച്ച് 13 പോപ്പിനെ എലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വത്തിക്കാന്റെ അവിടെ പോപ്പുമാരുടെ ജനലിൽ അവിടെ വന്ന് നമ്മളെ വിഷ് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അവിടെ ഫ്രാൻസിസ് പാപ്പ വന്നത് വളരെ ലളിതമായി. ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോയിരുന്നു അത് കാണാനായിട്ട്. ഞങ്ങളെല്ലാവരും അന്ന് അവിടെ ഉണ്ടായിരുന്നു, പോപ്പിന്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പം പോപ്പ് വന്നത് പിന്നെ വെളുത്ത വസ്ത്രമിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള വെള്ളക്കുരിശണിഞ്ഞ്, എന്നിട്ട് പോപ്പ് അവിടുന്ന് പറഞ്ഞത്, ഞാൻ ഒരു പോപ്പ് എന്നുള്ള രീതിയിലല്ല, ഞാൻ നിങ്ങളുടെ ബിഷപ്പായിട്ടാണ്, അതായത് ബിഷപ്പ് എന്ന് പറയുമ്പോൾ ഇടയൻ, ഞാൻ നിങ്ങളുടെ ഇടയനായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് കുഞ്ഞാടുകളുടെ, അതായത് ആടുകളുടെ മണമുള്ള ഇടയൻ നമ്മൾ പറയുന്നു. അപ്പം എനിക്ക് ആടുകളുടെ മണം അനുഭവിച്ച, അതായത് ജനങ്ങളോട് കൂടെ നിങ്ങളെ പോലെ. അപ്പം നിങ്ങളെ ഞാൻ സാധാരണ പോപ്പുമാരെല്ലാം നമ്മളെ ആശീർവദിക്കുകയാണ് ആദ്യം. അപ്പൊ ഫ്രാൻസിസ് പോപ്പ് വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ ആശീർവദിക്കും മുൻപേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്നെ ദൈവം ആശീർവദിക്കാനായി എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി ജനങ്ങളുടെ മുൻപിൽ കുമ്പിട്ടു. ഇങ്ങനെ വണങ്ങുകയാണ് ജനങ്ങളെ പാപ്പ ഫ്രാൻസിസ്. അത് ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നമ്മളിൽ ഉണ്ടാക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പൊ പോപ്പ് റോമിന്റെ നഗരവീതിയിലൂടെ, അതായത് ചരിത്ര പ്രധാനമായ പിയാസ വെനേഷ്യ, കൊളോസിയം, അങ്ങനെ കൊളോസിയത്തിന് മുന്നിലൂടെ പോകണം തന്റെ ശവമഞ്ചം എന്ന് പോപ്പ് ആഗ്രഹിച്ചിരുന്നതായി എഴുതിയിട്ടുണ്ട്. കാരണം അവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു ചരിത്രമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കൊളോസിയത്തിന് മുന്നിലൂടെ തനിക്ക് അവസാന യാത്ര ചെയ്യണമെന്ന് പോപ്പ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അതിലെ തന്നെ ഈ ഘോഷയാത്ര ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം പോകുന്നത് ഹോളി മേരി മേജർ ബസിലിക്കയിലേക്ക്, മരിയ മജോറെ എന്ന് ഇറ്റാലിയനിൽ പറയാം. അപ്പോൾ അവിടെ ബസിലിക്കയിലേക്കുള്ള ആ യാത്രയിൽ പോപ്പ് ഈ പ്രധാനപ്പെട്ട ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം യാത്ര ചെയ്ത് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൈർഘ്യം ദൂരമുണ്ട് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും. അപ്പോ അവിടെ കാത്തു നിൽക്കുന്നത് 40 ദരിദ്രരായ സമൂഹത്തിന് താഴെയിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളാണ്. അവർ പോപ്പിന്റെ ജനത എന്നറിയപ്പെടുന്നത്. അത് ഏതെങ്കിലും പാവങ്ങളല്ല ഇപ്പോൾ വന്ന്, അവർക്ക് പോപ്പുമായിട്ട്, അതായത് പാപ്പ ഫ്രാൻസിസുമായിട്ട് നേരിട്ട് പരിചയവും പോപ്പിന്റെ സഹായങ്ങൾ ഏറ്റുവാങ്ങിയവരുമായിരുന്നു അവർ പോപ്പിന് ഏറ്റവും ഇഷ്ടമുള്ള വെളുത്ത റോസാ പുഷ്പങ്ങളുമാണ് ആയിട്ടാണ് പോപ്പിനെ സ്വീകരിക്കുന്നത്. പിന്നെ ഈ സംഗതി ഇത് പറയുമ്പോൾ തന്നെ ഇങ്ങനൊരു സംഗതി വന്നതിന്റെ കാരണം ഒന്നുകൂടിയുണ്ട്. പോപ്പ് ആദ്യമായിട്ട് സ്ഥാനം ഏറ്റെടുത്ത ശേഷം റോമിന് പുറത്തേക്കുള്ള യാത്ര ലംപദൂസ ദ്വീപ്, അതായത് സിസിലി, ഇറ്റലിയുടെ തെക്ക് സിസിലിയില് ഈ അഭയാർത്ഥികൾ കപ്പലിൽ വന്നിട്ട് മരിക്കുന്ന ലംപദൂസ എന്ന് പറഞ്ഞ ദ്വീപിലേക്കാണ് ആദ്യമായിട്ട് പോയത്.
ആദ്യ യാത്ര അത് ജൂലൈ 2013 മാർച്ചിൽ സ്ഥാനമേറ്റ ശേഷം ജൂലൈ 2013 ആദ്യമായി വത്തിക്കാൻ വിട്ട് പോപ്പ് പുറത്തേക്കുള്ള യാത്ര അവിടെയാണ് പോയി പോപ്പ് പ്രാർത്ഥിച്ചത്. എന്നിട്ട് പോപ്പ് അന്ന് പ്രസംഗിച്ചതിൽ പറഞ്ഞു, നമ്മൾ സമ്പന്നരായവർ നമ്മൾ ഈ ഇങ്ങനെ ഈ കൂട്ടക്കുരുത് നടത്തുന്നതിനോട് നമ്മൾ മുഖം തിരിച്ചിരിക്കുന്നത് ശരിയല്ല. അതായത് വലിയൊരു മാറ്റൊലിയുമായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് വത്തിക്കാനിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പോപ്പ് ഫ്രാൻസിസിനെ പറ്റി പറയുമ്പോൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ അറിയാതെ എമോഷണൽ ആയി പോവുകയാണ്. നമുക്ക് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. തീർച്ചയായും